നമസ്കാരം. പിണറായി വിജയൻ സർക്കാരിന്റെ പുതിയ നാടകം ശബരിമലയിലെ സ്വർണ്ണപ്പാളി. നാടകത്തിന് പുട്ടും പേരെ ഇടുന്നത് പോലെ വി.ഡി. സതീശനും കൂട്ടരും. അപ്പൊ സഭയിലെ നാടകത്തിനും പ്രതിപക്ഷം ഇട്ടിരിക്കുന്ന പേരാണ് പിണറായിയുടെ സെൽ ഭരണം. മതി മതി, ആ മീഡിയ അങ്ങ് പോരട്ടെ. എങ്കിലേ ഭരണ പ്രതിപക്ഷത്തിന്റെ നാടകത്തിന് ഒരു ഗുമ്മ ഇട്ടു. പ്രതിപക്ഷ നേതാവിന്റെ ആദ്യ ഉത്തരവാദിത്വം നേതാക്കളെ അങ്ങ് പൊക്കി പറയുക. കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ 2 MLA-മാർ, UDF MLA-മാർ, ശ്രീ സനീഷ് കുമാർ ജോസഫും AK അഷ്റഫും സഭാ കവാടത്തിന് മുന്നിൽ സത്യാഗ്രഹം അനുഷ്ഠിക്കുകയായിരുന്നു. കുന്നംകുളത്തെ പോലീസ് അതിക്രമത്തിൽ ബന്ധപ്പെട്ട പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിച്ചത്. ഇനി കാര്യത്തിലേക്ക് വരാം. സർക്കാരിന്റെ ഒരു സ്വർണവുമായി ബന്ധമുള്ള പാരമ്പര്യമുണ്ട്. മറന്നുപോയെങ്കിൽ നേതാവ് തന്നെ അതങ്ങ് ഓർമ്മിപ്പിക്കും. സ്വർണം പറ്റിക്കൊണ്ടുപോയി, സ്വർണം അടിച്ചു മാറ്റിയത് കൊണ്ട് അത് ചർച്ചയില്ല. അടിച്ചു മാറ്റിയതാണ് സ്വർണം. അപ്പൊ ശബരിമല അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയതിനെ കുറിച്ച് സർക്കാരും ദേവസ്വം ബോർഡും കാര്യങ്ങൾ ഭക്തരോട്, വിശ്വാസികളോട് പറയാതെ അയ്യപ്പ സംഗമത്തിന് പോകരുത് എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ശ്രീകോവിലെ ശില്പം പൊതിഞ്ഞ് സ്വർണപ്പാളി അനുമതിയില്ലാതെ കൊണ്ടുപോയതും എന്നിട്ട് സ്വർണപ്പാളിയുടെ തൂക്കം 1ഉം 2ഉം അല്ല 4 കിലോയോളം കുറഞ്ഞു. ഇതുകൊണ്ടും തീർന്നോ കളി? ആ കട്ടെടുത്ത പണം കൊണ്ട അയ്യപ്പ സംഗമം. അതായത് കൊന്ന പാവം തിന്നാ അങ്ങ് തീരും എന്ന് പറയുന്ന പോലെ. ശബരിമലയിലെ സ്വർണത്തിന്റെ മോഷണത്തെക്കുറിച്ചാണ്. ശബരിമലയിലെ ദ്വാരപാലക ശില്പം, സ്വർണം പൂശിയ ശില്പം നന്നാക്കാൻ ചെന്നൈയിൽ കൊണ്ടുവന്ന് തിരിച്ചു വന്നപ്പോൾ 4 കിലോ സ്വർണമാണ് നഷ്ടപ്പെട്ടത് എന്ന് ഹൈക്കോടതി എന്ന് പറഞ്ഞിരിക്കുകയാണ്. 4 കിലോ സ്വർണം ഹൈക്കോടതി അറിയാതെ സർക്കാരിലെ ചിലരും ദേവസ്വം ബോർഡിലെ ചിലരും ചേർന്നിട്ടാണ് അയ്യപ്പന്റെ 4 കിലോ സ്വർണം കൊള്ളയടിച്ചിരിക്കുന്നത്. എന്നിട്ടാണ് നാളെ അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നത്. ഈ അയ്യപ്പ സംഗമം നടത്തുന്നതിന് മുമ്പ് ഈ സ്വർണം എവിടെ പോയി എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അയ്യപ്പ ഭക്തരോടും കേരളത്തിലെ വിശ്വാസികളോടും പറയേണ്ട ബാധ്യതയുണ്ട്. ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ്. അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയ ആളുകളാണ് സർക്കാരിലും ദേവസ്വം ബോർഡിലും ഇരിക്കുന്നത്. അയ്യപ്പന്റെ 4 കിലോ സ്വർണം അടിച്ചു മാറ്റി. ഇനി സർക്കാർ പ്രതിപക്ഷ നാടകത്തിന്റെ ക്ലൈമാക്സ് ചോദ്യമുണ്ട് സതീശന്റെ കയ്യില്. അപ്പൊ എങ്ങനെ ആ ചോദ്യം കേട്ടാലോ? സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം, ആചാര ലംഘനത്തിന് അനുകൂലമായ സത്യവാങ്മൂലം തിരുത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ? 2, ഇത് സംബന്ധിച്ച് അന്നെടുത്ത കേസുകൾ, നാമജപഘോഷയാത്ര നടത്തിയതുൾപ്പെടെ ഉമ്മൻചാണ്ടിക്കെതിരെ, രമേശ് ചെന്നിത്തലയ്ക്കെതിരെ, അടൂർ പ്രകാശിനെതിരെ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾക്ക്, സ്ത്രീകൾക്കെതിരെ എടുത്ത ആയിരക്കണക്കിന് കേസുകൾ നിങ്ങൾ പിൻവലിക്കുമോ? 3ാമത്തെ ചോദ്യം, 10 കൊല്ലം ആയി തീരാൻ പോവാണ്. ഭരണത്തിന്റെ സായാഹ്നത്തിലെത്തിയപ്പോഴാണ് ശബരിമലയിൽ മാസ്റ്റർ പ്ലാൻ വേണം എന്ന തോന്നലുണ്ടായിരിക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 112 ഹെക്ടർ സ്ഥലം, 300 ഏക്കറിൽ താഴെ വനഭൂമി ഏറ്റെടുത്തു സങ്കീർണമായ നടപടിക്രമങ്ങളിലൂടെ. എന്നിട്ട് അതിനു പകരം 112 ഹെക്ടർ സ്ഥലം സർക്കാർ അക്വയർ ചെയ്ത് ഇടുക്കി ജില്ലയിൽ വനം വകുപ്പിന് തിരിച്ചു കൊടുത്തു. എന്നിട്ട് അവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി. 9 കൊല്ലമായി ശബരിമലയിൽ ഒരു വികസന പ്രവർത്തനവും നടത്താത്ത സർക്കാർ 10ാമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പ്, 2026 പ്രശ്നം, തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മാസ്റ്റർ പ്ലാനുമായി ഇറങ്ങിയത് ജനങ്ങളെ കബളിപ്പിക്കാനല്ല. ഈ 3 ചോദ്യത്തിനും ഉത്തരം പറഞ്ഞിട്ട് വേണം. ഇവിടം കൊണ്ടൊന്നും തീരുന്നേയില്ല. ഇനിയുമുണ്ട് സതീശന്റെ കയ്യില് ഒരു പരിഭവമുണ്ട്. എന്താണെന്നല്ലേ? അതൊരു ഒളിക്യാമറയാണ്. അപ്പൊ അതൊന്ന് കേട്ടു നോക്കിയാലോ? നേതാവിന്റെ വായന്ന് കേൾക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. CPM ജില്ലാ കമ്മിറ്റി ഓഫീസ് എറണാകുളത്ത് CPM ജില്ലാ സെക്രട്ടറിയുടെ കട്ടിലിന്റെ അടിയിൽ ക്യാമറ വെച്ച ഞങ്ങളാണ്. ഞങ്ങൾക്ക് കയറാൻ പറ്റുമല്ലോ ഇനി സെന്ററിലേക്ക്? കട്ടിലിന്റെ അടിയിൽ CPM ജില്ലാ സെക്രട്ടറിയുടെ കട്ടിലിന്റെ അടിയിൽ ക്യാമറ വെച്ച പാർട്ടിയാണ് CPM. എറണാകുളത്ത് CPM. സൂക്ഷിച്ചോ, എന്തും ചെയ്യോര്. അപ്പോ നാളെ ഒളിക്യാമറയുമായി വീണ്ടും എത്താം. നന്ദി, നമസ്കാരം.